നമസ്കാരം. വിവാഹ നിശ്ചയത്തിനു പിന്നാലെ പ്രതിശ്രുത വരന്റെ മാനസിക പീഡനങ്ങളെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ പട്ടേൽ സ്ട്രീറ്റിൽ താമസിക്കുന്ന 26 വയസ്സുകാരിയായ രഹാനയാണ് ജീവനൊടുക്കിയത്. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഷാജഹാനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് 26 വയസ്സുകാരി ജീവനൊടുക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിശ്രുത വരനും ബംഗളൂരുവിലെ ടെക്കിയുമായ ഷാജഹാനെയും ഇയാളുടെ മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 15-നായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. ഓഗസ്റ്റിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു കുടുംബങ്ങൾ. തുടക്കത്തിൽ സ്വാഭാവികമായ ബന്ധം പുലർത്തിയിരുന്ന ഷാജഹാൻ കഴിഞ്ഞ 3 ആഴ്ചയായി പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. രഹാനയെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇയാൾ പിന്നീട് നടത്തിയത്. തനിക്ക് രഹാനയോട് ഒട്ടും താല്പര്യമില്ലെന്നും ഒരു തരത്തിലുമുള്ള വൈകാരിക ബന്ധവും തോന്നുന്നില്ലെന്നും ഇയാൾ തുറന്നു പറഞ്ഞു. കൂടാതെ തനിക്ക് മുൻപ് 4 കാമുകിമാരുണ്ടായിരുന്നുവെന്നും താൻ മദ്യത്തിന് അടിമയാണെന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് രഹാനയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. സ്വയം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിന് പകരം രഹാന തന്നെ മുൻകൈയെടുത്ത് വിവാഹം മുടക്കണമെന്ന വിചിത്രമായ ആവശ്യമാണ് ഷാജഹാൻ മുന്നോട്ട് വെച്ചത്. പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചതെന്നും അതിനാൽ രഹാന ഈ ബന്ധം വേണ്ടെന്ന് വയ്ക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ച രഹാനയോട് തനിക്ക് അവളോട് വെറുപ്പാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് ആ പെൺകുട്ടിയെ ആകെ തളർത്തിക്കളഞ്ഞു. വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹികവും വൈകാരികവുമായ വലിയൊരു പ്രതിസന്ധിയാണ് ഷാജഹാൻ ബോധപൂർവം സൃഷ്ടിച്ചത്. മരണത്തിന് മുൻപ് രഹാന എഴുതിയ 12 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിശ്രുത വരനിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളുണ്ട്. താൻ അനുഭവിച്ച വേദനയും ഷാജഹാന്റെ യഥാർത്ഥ മുഖവും ആ കത്തിൽ രഹാന അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലും രഹാനയുടെ കുടുംബത്തിന്റെ പരാതിയിലുമാണ് ഷാജഹാനെയും അയാളുടെ മാതാപിതാക്കളെയും കടപ്പ പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ ഷാജഹാന് കടുത്ത ശിക്ഷ നൽകണമെന്ന് രഹാനയുടെ മാതാപിതാക്കൾ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഷാജഹാനെതിരെ ഈ 12 പേജുള്ള കുറിപ്പിലും വളരെയധികം മാനസികമായ പീഡനങ്ങളാണ് ഇത്തരത്തിൽ രഹാന വിവരിക്കുന്നത്. അത്രത്തോളം താൻ അനുഭവിച്ചു എന്നാണ് രഹാന ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്വയം ഒഴിഞ്ഞു മാറാതെ തന്നെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകൈയെടുപ്പിച്ച് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനായിരുന്നു ഷാജഹാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും കാമുകിമാരുണ്ടെന്ന് ഷാജഹാൻ പറഞ്ഞതും താനൊരു ലഹരിക്ക് അടിമയാണെന്നും ഷാജഹാൻ രഹാനയോട് പറഞ്ഞതും. ഫെബ്രുവരി 15-നായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. അതിനുശേഷം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളാണ് രഹാനയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്.